പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വേറെ ഒരിടത്തും കേട്ടിരിക്കാനിടയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. പ്രൈമറി സ്കൂളിലെ കുട്ടികളെ സയൻസ് പഠിപ്പിച്ചുകൊണ്ട് ഇരുന്ന പോലെ ഇനി നമ്മൾ സയൻസ് പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. യാഥാർത്ഥ്യത്തിൻ്റെ മുകളിൽ നമ്മൾ മനുഷ്യർ ബിൽഡ് ചെയ്ത ഒരു നേരിയ പുറന്തോടിൻ്റെ മേലെയാണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് നമ്മൾ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നീട് ബുദ്ധിമുട്ടും. ഈ ലോകം സൃഷ്ടിച്ചവൻ ആയ ദൈവമാണ് ഞാൻ. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഏതാണ്ട് ക്ലിയർ അല്ലേ? ഇതിൽ കൂടുതൽ വിശദീകരിച്ച് ഞാനൊരു ഇൻഫ്ലുവൻസ് ആവാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് സ്വതന്ത്രനായി സന്തോഷത്തോടെ ജീവിക്കണം. ദൈവമില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഇല്ലാത്ത കമ്പ്യൂട്ടറാണെന്ന് ചുരുക്കത്തിൽ പറയും. ക്യാമറയും മൈക്കും എല്ലാം ഉണ്ട്, നെറ്റ് കണക്ഷൻ ഇല്ല. അത് എത്രത്തോളം ഒരു പൊട്ടാവസ്ഥയായിരിക്കുമെന്ന് ഇന്നത്തെ മനുഷ്യന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. പ്രപഞ്ച സൃഷ്ടാവ് ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം? അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചുള്ള ചർച്ച ഈ വീഡിയോയിൽ തുടരുകയാണ്. ഞാൻ ലാൽ കേസി, ഒരു എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. സയൻസിനെയും സ്പിരിച്വാലിറ്റിയും ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാൾ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ പറയും. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് അവതരിപ്പിക്കാൻ എനിക്ക് കരുത്ത് തന്ന എൻ്റെ ഗുരുക്കന്മാർക്കും അധ്യാപകർക്കും കുടുംബത്തിന് അച്ഛനമ്മമാർക്കും സഹോദരന്മാർക്കും സയൻസും ഫിലോസഫിയും ആഴത്തിൽ പഠിച്ച സുഹൃത്തുക്കൾക്കും അതീന്ദ്രിയ ജ്ഞാനങ്ങൾ പങ്കുവെച്ച സുഹൃത്തുക്കളല്ലാത്തവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുന്നു. ഇതിൻ്റെ ഒന്നാം ഭാഗം വീഡിയോയിൽ എങ്ങനെയാണ് ആറ്റോമിക് ലെവൽ പ്രത്യേകിച്ച് ഒരു മാർഗവുമില്ലാതെ അതിസൂക്ഷ്മ കണികകൾ പരസ്പരം സ്വാധീനിക്കുന്നതെന്ന് കണ്ടു. ഇതിനെപ്പറ്റി ഉയർന്ന ചർച്ചകളിൽ 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധ അർഹിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തേത് ഗൗരവമാർന്ന ഒരു വിഷയമായിട്ടും തമാശ രൂപത്തിലാണ് അവതരിപ്പിച്ചതെന്നുള്ളതാണ്. ഓഡിയൻസിനെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ നിങ്ങളത് അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ എടുത്തു. അതുകൊണ്ട് ഇത്തവണ വിഷയത്തിന് ശരിയായ ഗൗരവം കൊടുത്തു തന്നെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തായി വന്നൊരു അഭിപ്രായം, വളരെ അകലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ ഒന്ന് മറ്റേതിനെ സ്വാധീനിക്കുകയാണെങ്കിൽ ലോകം എന്നേ നിശ്ചലമായി പോയേനെ എന്നുള്ളതാണ്. ശരിയാണ്, എല്ലാ വസ്തുക്കളും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപിണഞ്ഞാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ എൻടാങ്കിൾഡ് ആയിരിക്കുന്ന ഒരു കൂട്ടം കണങ്ങൾ മാത്രമാണ് അത്തരം സ്വഭാവം കാണിക്കുന്നത്. തമ്മിൽ സ്നേഹിക്കുന്ന ചില മനുഷ്യരെ പോലുള്ള കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു സ്നേഹമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നിശ്ചലമാക്കൽ സംഭവിക്കുന്നില്ല. അടുത്തത്, ഒരു ഫിലോസഫിക്കൽ കോണിൽ നിന്ന് ചിന്തിച്ചാൽ ആറാം ഇന്ദ്രിയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സയൻസിൻ്റെ അംഗീകാരം വേണോ എന്നുള്ളതാണ്. തീർച്ചയായും തത്വചിന്ത സാധാരണക്കാരൻ്റെ തലയേക്കാൾ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഒരു പൊതുധാരണ ഉണ്ട്. ശാസ്ത്രം സ്കൂൾ തലം മുതലേ പഠിച്ചു വരുന്നതും സാധാരണക്കാരന് കൈയെത്താവുന്ന അകലെയാണ് എന്നുള്ളതും കൊണ്ട് ആ അംഗീകാരം ഒരു ആവശ്യം തന്നെയാണ്. മാത്രമല്ല ശാസ്ത്രം പരീക്ഷണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ തെളിയിക്കുന്നത് കൊണ്ട് നമുക്ക് പൊതുവെ അതിലുള്ള ഒരു വിശ്വാസം കൂടുതലാണ്. ശാസ്ത്രം അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പൊതുജനവും അതിനെ അംഗീകരിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ശാസ്ത്രം ഒരു കാര്യത്തെ അംഗീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഭാവി പരിപാടികളും ചിന്തകളുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു അംഗീകാരം ആവശ്യമുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങൾ സയൻസിൻ്റെ പരിധിയിൽ പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി വിശദമായിട്ട് ഈ വീഡിയോയിൽ പിന്നീട് വേറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വേറെ ഒരു സംശയം, നമ്മൾ സയൻസിൽ പഠിച്ച ഇലക്ട്രോണിൻ്റെ സ്പിന്നൊക്കെ അത് ശരിക്കും സ്പിന്നാണോ, അതൊരു സാങ്കല്പികമായ കാര്യമല്ലേ എന്നുള്ളതായിരുന്നു. എന്നാൽ മോഡേൺ ആയിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനങ്ങൾ വരെ വിശദീകരിക്കാൻ ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്ന തത്വം ഉപയോഗിക്കുന്നുണ്ട്. ആ സ്പിൻ്റെ യഥാർത്ഥ പ്രഭാവം അവിടെ ഉണ്ട് എന്നുള്ളതും അതൊരു പഴഞ്ചൻ സങ്കല്പമല്ല എന്നുള്ളതുമാണ് ഈ ഇത് തെളിയിക്കുന്നത്. ഇലക്ട്രോൺ ഒരു പന്ത് പോലെ കറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് അല്ല ഇവിടെ പ്രസക്തി. എൻടാങ്കിൾഡ് ആയ ഇലക്ട്രോണുകളുടെ സ്പിന്നുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും വിദൂരത്ത് നിന്ന് പോലും അവ പരസ്പരം സ്വാധീനിക്കുന്നു എന്നുള്ളതുമാണ്. നാലാമത്തെ വാദം, ശരിക്കും പൂർണ്ണമായി മനസ്സിലാക്കാത്ത യാഥാർത്ഥ്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയില്ലേ എന്നുള്ളതാണ്. നമ്മൾ
അറിയാവുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് അവർ സങ്കല്പത്തിൽ ജീവിക്കുന്നതിന് നല്ലത് എല്ലാവരും യാഥാർത്ഥ്യത്തിൻ്റെ ഒരു സമുദ്രം ഈ കാണുന്ന ജീവിതത്തിന് അടിയിലുണ്ടെന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ്. പാകമാവാത്ത അറിവ് സമൂഹത്തിൽ തുറന്നുവിടുന്നതിൽ അപകടമില്ലെന്നല്ല, അതിനെ നേരിടാൻ ശാസ്ത്ര വൈജ്ഞാനിക സമൂഹങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കണം എന്നുള്ളതാണ് കാര്യം. നമ്മൾ അങ്ങനെയാണ് ചരിത്രത്തിൽ സംഭവിച്ച അപകടങ്ങളെ പണ്ട് നേരിട്ടിട്ടുള്ളത്. പൊതുവേ ഈ ചർച്ചയിൽ നല്ല പ്രതികരണമാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നേരിട്ട് ബന്ധമില്ലാത്ത കണങ്ങൾ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നടക്കുന്നുണ്ടെന്നും അത് വിജയകരമായി ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് അസന്നിഗ്ധമായി തെളിയിച്ചതിനാണ് 2022 ഫിസിക്സ് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കണങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ പോലെ മനുഷ്യരോ മറ്റ് ജീവികളോ തമ്മിലുള്ള അതീന്ദ്രിയ ജ്ഞാനം എന്ന പ്രതിഭാസം ശാസ്ത്രം അംഗീകരിക്കുമോ എന്നുള്ളതും അംഗീകരിച്ചാൽ തന്നെ ഇത് എങ്ങനെയാണ് വിശദീകരിക്കുക എന്നുള്ളതുമാണ്. സയൻസ് ഒരു കാര്യം അംഗീകരിക്കണമെങ്കിൽ അതിന് ശാസ്ത്രീയമായ തെളിവുകളും പരീക്ഷണങ്ങൾ പിൻബലവും മുൻപ് തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനവും വേണം. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം അംഗീകരിക്കാൻ ശാസ്ത്രത്തിൻ്റെ പിന്തുണ തേടുന്നത്? വീണ്ടും വീണ്ടും പരീക്ഷിച്ചാൽ ഒരേ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമ്മളിവിടെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് മുതൽ പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുന്നത് വരെ ശാസ്ത്രത്തിൻ്റെ പിൻബലം കൊണ്ട് തന്നെയാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൃത്യമായി നേരിടണം എന്ന് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് ശാസ്ത്രം. അങ്ങനെ അല്ലാത്ത ഒരു സ്ഥിതി വന്നാൽ അതിന് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി അതിനെ പല മാർഗങ്ങളിലൂടെ നേരിട്ട് സമൂഹത്തിൻ്റെ നട്ടെല്ലായി നിലനിൽക്കുന്ന ശാസ്ത്രമാണ്. കൊറോണയുടെ താണ്ഡവത്തിൽ നമ്മളത് കൃത്യമായി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൻ്റെ അംഗീകാരം ജനങ്ങളുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ശാസ്ത്രത്തിന് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു. അവയൊക്കെ പുതുതായി കണ്ടുപിടിച്ച് ശാസ്ത്രത്തിൻ്റെ കൂടെ എഴുതി ചേർത്തതുമാണ്. അതിൽ ഏറ്റവും പുതിയ ഒരു എൻട്രിയാണ് ഈ 2022 ഫിസിക്സ് നോബൽ പ്രൈസിന് അർഹമാക്കിയ ക്വാണ്ടം കണങ്ങളുടെ ഇൻട്രാക്ഷൻ. ഈ കാര്യം കൂടുതൽ വിശദമായി നമുക്കിവിടെ പരിശോധിക്കാം. മനുഷ്യരടക്കമുള്ള ജീവികൾ തമ്മിലുള്ള പ്രത്യേകിച്ച് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ലാത്ത ആശയവിനിമയം ശാസ്ത്രം എങ്ങനെയാവും വിശദീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വേറെ ഒരിടത്തും കേട്ടിരിക്കാനിടയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇന്നലത്തെ മനുഷ്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അജ്ഞാതമായിരുന്ന പലതും നമുക്കിന്ന് ജ്ഞാതമാണ്. ഇന്ന് നമ്മുടെ അറിവിൽ പെടുന്നതാണ്. സൗരയൂഥത്തിൽ എന്താണുള്ളത്, ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയുടെ ഘടന എന്താണ്, തുടങ്ങിയെല്ലാം അങ്ങനെയാണ്. ബാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അറിയാനുള്ളയുടെ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ പ്രകൃതി, പ്രപഞ്ചം, ജീവൻ, സൂക്ഷ്മജീവികൾ, മനസ്സ്, പ്രപഞ്ച സൃഷ്ടി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇവയെ ഞാൻ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞ് ഈ പെട്ടിയിൽ മാർക്ക് ചെയ്യുകയാണ്. ആധുനിക മനുഷ്യന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറയും. മനുഷ്യ വികസനത്തോടു കൂടി നമ്മൾ പല കാര്യങ്ങളും സുരക്ഷിതമായ ജീവിതം ഉണ്ടാകുന്ന രീതിയിൽ ഇതിനെ പഠിച്ച് അറിഞ്ഞ് മാറ്റങ്ങൾ വരുത്തി അതെന്തൊക്കെയാണെന്ന് ഇതിൻ്റെ മേലെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒന്നാമത് ശാസ്ത്രത്തിലൂടെ നടന്ന പരീക്ഷണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുക, മറിച്ച് ഇങ്ങനെയല്ല നടക്കുക എന്നുള്ളത് നമ്മൾ കുറേ കണ്ടെത്തി. ഇതിൻ്റെ ഭാഗമായി വളർന്നു വന്ന വൈദ്യശാസ്ത്രം ഒരുപാട് രോഗങ്ങളെ അകറ്റി ശരീരത്തിൽ വരുന്ന ദോഷങ്ങളെ, അപകടങ്ങളൊക്കെ ചെറുക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചു. ഒപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിൻ്റെ വികസനം കൊണ്ട് നമുക്ക് എളുപ്പം താമസവും ഭക്ഷണവും യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള മാർഗങ്ങളുണ്ടായി. കമ്പ്യൂട്ടറിൻ്റെ വികസനം നമ്മുടെ ഭൂമിയെ കയ്യെത്തുന്ന വലുപ്പത്തിലേക്ക് ചുരുക്കി. ഒരു ജീവിതകാലത്തിൽ എത്തിപ്പെടാൻ സാധ്യമല്ലാതിരുന്ന ഇടങ്ങളിൽ നമ്മൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് എത്തിപ്പെടുന്നു. കൃത്രിമ ബുദ്ധിയുടെ വികസനത്തോടുകൂടി നമ്മൾ മനുഷ്യൻ്റെ ബുദ്ധിയുടെ പരിമിതികൾ മറികടക്കാനുള്ള ശ്രമത്തിലാണ്. ഉദാഹരണത്തിന് ഒരു മൊത്തം നഗരത്തിലെ ട്രാഫിക് കുരുക്കുകൾ മൊത്തത്തിൽ അനലൈസ് ചെയ്ത് യാത്രാ സമയം കുറക്കാനായിട്ട് ഒരു മനുഷ്യൻ്റെ തലച്ചോറിനും ഒറ്റയ്ക്ക് സാധ്യമാവില്ല. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും കൃത്രിമ ബുദ്ധിയും കൂടി അതിനുള്ള ശ്രമങ്ങൾ വിജയിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ശാസ്ത്രത്തിന് മനസ്സിലാവാത്ത പല കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു.
ഇപ്പോഴും ഉണ്ട്. പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനസ്സിലാക്കിയ ഒരു അളവ് വെച്ച് നോക്കിയാൽ ശാസ്ത്രം ഇന്നും എവിടെയും എത്തിയിട്ടില്ല. ഇനി ശാസ്ത്രത്തിനെ പോലെ തന്നെ നമ്മുടെ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും മനനം ചെയ്ത് സത്യത്തെ തൊട്ടറിയാൻ ശ്രമിച്ചത് തത്വചിന്തയും ആത്മീയതയും ഉപനിഷത്തുകളും വെസ്റ്റേൺ ഫിലോസഫിയും ഒക്കെയാണ്. ശാസ്ത്രം വിശകലനത്തിലൂടെയാണ് സത്യം കണ്ടെത്താൻ ശ്രമിച്ചതെങ്കിൽ ഇവർ ധ്യാനത്തിലൂടെയും ചിന്തയിലൂടെയും ഒക്കെയാണ് ഈ സത്യത്തിനടുത്തെത്താൻ ശ്രമിച്ചത്. മനുഷ്യൻ്റെ ഉൾക്കാഴ്ചയെ ഒരുപാട് വികസിപ്പിച്ചു. ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ വിഭാഗത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. മനസ്സിന് ബോധവും അതിന് താഴെ ഉപബോധവും അതിൻ്റെ താഴെ സൂപ്പർ കോൺഷ്യസ്നസ് അഥവാ മഹാബോധവും ഉണ്ട് എന്നുവരെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതും ആധുനിക ശാസ്ത്രം പിറക്കുന്ന എത്രയോ മുമ്പ്. ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയൊക്കെ ആധികാരികമായി സംസാരിക്കുന്നു ഫിലോസഫിക്കാർ. ഇനിയുള്ള ഒരു വിഭാഗമാണ് കല എന്ന് പറയുന്നത്. ജീവിതത്തിൽ ആനന്ദിപ്പിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങളെ ഒരു ലെൻസിൽ എന്ന പോലെ നമുക്ക് അനുഭവിപ്പിക്കുന്ന രീതിയിൽ കാണിച്ചു തരികയും ചെയ്യുന്നു. അങ്ങനെ കാണിച്ചത് നമ്മൾ ശുദ്ധീകരിക്കുന്നു. കല നമ്മളെ കരുത്താർജിപ്പിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാണുന്ന യാഥാർത്ഥ്യങ്ങളെ ഈ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ലാതെ മനുഷ്യൻ ഒറ്റയ്ക്ക് നേരിട്ടിരുന്നെങ്കിൽ അയാൾ എന്നേ ഇല്ലാതായി പോയനെ. നമ്മളൊക്കെ കാര്യം അങ്ങനെ തന്നെയാണ്. ഈ പയനിയേഴ്സാണ് നമ്മളെ പല കാര്യങ്ങളിലും നടത്തിച്ചത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിൽ കൂടി നമുക്ക് പെട്ടെന്ന് വേറെയും പല കാര്യങ്ങളുണ്ട്, അതിൽ കൂടെ പെട്ടെന്ന് പോയി നോക്കാം. അടുത്ത വിഭാഗമാണ് മതങ്ങൾ. മനുഷ്യർ ഇത്രയും പുരോഗമിച്ചു, ഇനിയും മതങ്ങൾ ഉപേക്ഷിച്ചുകൂടെ എന്ന് മുറവിളി കൂട്ടുന്നവരോട് ഒരു കാര്യം പറയാനെന്ന് വെച്ചാൽ, മതങ്ങൾ പേരിൽ കാണിക്കുന്ന പേക്കൂത്തുകളും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷെ നമുക്ക് മോറൽ സെൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബോധം ഉണ്ടാക്കി തന്നത് മതങ്ങൾ തന്നെയാണ്. എൻ്റെ രാജ്യത്ത് കള്ളനോ ലുബ്ധനോ അറിവില്ലാത്തവനോ തെമ്മാടിയോ വ്യഭിചാരിയോ ഇല്ല എന്നുള്ളത് ഉപനിഷത്തുകളും, കൊല്ലരുത്, മോഷ്ടിക്കരുത്, അന്യൻ്റെ വസ്തുക്കളെ മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് ബൈബിൾ പഴയ നിയമവും പറയുന്നു. യഹൂദമതം, ക്രിസ്തുമതവും ഇസ്ലാം മതം തുടങ്ങിയ സെമിറ്റിക് മതങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് ബൈബിൾ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. മറ്റു മതങ്ങളും ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ സന്മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനും സമൂഹത്തെ കെട്ടുറപ്പോടെ നിലനിർത്തുന്നതിനും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതങ്ങളെ നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല. ലൈബ്രറികളോ ഇൻ്റർനെറ്റിൻ്റെ വിജ്ഞാന വിസ്ഫോടനമോ ഉണ്ടാകുന്നതിന് മുമ്പ് ഈശ്വര സങ്കല്പത്തെയും ആത്മീയതയും നൂറ്റാണ്ടുകളോളം ഉയർത്തിപ്പിടിച്ചവരാണ് മതങ്ങൾ. അവർക്ക് വയസ്സായി എന്നും മനുഷ്യർ സ്മാർട്ടായി എന്നും തോന്നുമ്പോൾ അവരെ ആദരിച്ച് മാറ്റി നിർത്തുകയാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് ചവറ്റുകൊട്ടയിടാൻ പറ്റില്ല. മതങ്ങളോടൊപ്പം തന്നെ നമ്മൾ കരുതേണ്ടതാണ് മതങ്ങളെ മുന്നോട്ട് നയിച്ച അവതാരങ്ങളും പ്രവാചകന്മാരും. ഏറെക്കാലമായി മനുഷ്യ മനസ്സുകളെ യോജിപ്പിച്ചും ഒപ്പം ഭിന്നിപ്പിച്ചും മുന്നോട്ട് നടത്തുന്നു അവരുടെ ഉൾക്കാഴ്ചകളും പ്രവർത്തനങ്ങളും. സമൂഹത്തിൽ ആഴത്തിൽ വേരോറിയ അവരുടെ ഓർമ്മകൾ അതിനെ സഹായിക്കുന്നുണ്ട്. കൂടെ തന്നെ സമൂഹത്തെ ഉന്നതിയെ നയിച്ചവരാണ് മതപ്രവർത്തകരും. ഒരു ഗവൺമെൻറ്റും ഒന്നും എത്തിപ്പെടാത്ത സിറ്റുവേഷൻസിൽ അസുഖം വരുമ്പോഴൊക്കെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവർ ശുശ്രൂഷിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുള്ളതും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഇത്ര പശ്ചാത്തലം വിശദീകരിക്കാതെ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. അടുത്ത ഒരു കുടുംബവും സമൂഹവും വളരെ കാലങ്ങൾക്ക് മുമ്പ് അവസ്ഥയെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ അവസ്ഥ മെച്ചപ്പെട്ടതാണെന്ന് കാണാം. അതിന് പ്രധാന അടിത്തറ എന്ന് പറയുന്നത് ഓരോ തലമുറയും അവരുടെ പിൻഗാമികൾക്ക് കൈമാറി വന്ന പുരോഗതികളാണെന്ന് കാണാം. ഒരാളും തൻ്റെ മക്കൾ തങ്ങളെക്കാൾ മോശമാണെന്ന് ആഗ്രഹിക്കില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ മെച്ചപ്പെട്ട യാഥാർത്ഥ്യത്തിന് അവരെല്ലാവരും പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സുഖമായി ഉറങ്ങുന്നതിന് കാരണം നമ്മളെക്കാൾ കഷ്ടപ്പെട്ട് കുടുംബത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ജീവിച്ച് മരിച്ചവരും ആയ അച്ഛനും അമ്മയും മറ്റ് പല ബന്ധുക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളാകാതെ പോയ ചില കാമുകന്മാരും കാരണമായിട്ടുണ്ടെന്ന് ഓർക്കാം. ഇതുപോലെ തന്നെയാണ് സമൂഹത്തെ മുന്നോട്ട് നയിച്ച നായികമാരും വിജ്ഞാനം കൊണ്ട് നിറച്ച അധ്യാപകർ, ഗുരുക്കന്മാർ, ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് ഉണ്മയിലേക്ക് നയിച്ച രാഷ്ട്രീയ ഇച്ഛാശക്തികളും നേതാക്കന്മാരും അവരോടൊപ്പം സമൂഹത്തിന് വേണ്ടി പല കാര്യങ്ങൾ നടത്തിയ പ്രവർത്തകരും. അതുപോലെ തന്നെ പ്രധാനമാണ് കൃഷി ചെയ്ത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകരും ഈ കാണുന്നതെല്ലാം പണിതു തീർത്തിയ ഞാനും നിങ്ങളും അടങ്ങുന്ന മറ്റ് മനുഷ്യരും. അങ്ങനെ ഒരു വലിയ നിരയുണ്ട്. അതിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഈ സ്ഥലകാലങ്ങളിൽ ജീവിക്കുന്ന ഒരാൾ അവരോടെല്ലാം നമ്മൾ അറിയാതെ കടപ്പെട്ടിരിക്കുകയാണ്.
അവരുടെ ശരീരവും മനസ്സും നമ്മളറിയാതെ നമ്മളുടെ ഭാഗമാവുകയാണ്. അവരോടെല്ലാം നന്ദി പറയാതെ നമുക്ക് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാൻ പോലും ആവില്ല. പിന്നല്ലേ അത് പ്രാപിക്കുന്ന കാര്യം. 3000 അതിൽ കൂടുതലോ പഴക്കമുള്ള ഉപനിഷത്ത് കാലത്തെ ഋഷികൾ അന്നത്തെ സൗകര്യങ്ങൾ പോലും ഉപേക്ഷിച്ച് ഹിമാലയങ്ങളിൽ പോയി സന്യസിച്ചപ്പോൾ യഥാർത്ഥ പ്രപഞ്ചവുമായി അവർക്ക് തോന്നിയ ഐക്യത്തെ അഥവാ ഏകത്വത്തെ അവർ തത്വമസി എന്ന് വിളിച്ചു. അതിനെ ഇന്നത്തെ എല്ലാ സുഖത്തിലും സൗകര്യത്തിലും ആർഭാടത്തിലും ജീവിച്ച് എന്തോ ചില ധാരണകളുടെ പേരിൽ സനാതനത്വത്തിൻ്റെ കുപ്പിയിലാക്കി എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുന്നവരെ എങ്ങനെ പരിഹസിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം മാത്രം പറയാം, ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇത്രയും പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആറാം ഇന്ദ്രിയം എന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ടാണ്. പുരാതന ആത്മീയ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അതീന്ദ്രിയാനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യങ്ങളും കഥകളും കിടക്കുന്നുണ്ട്. എന്തൊക്കെ യാഥാർത്ഥ്യവും എന്തൊക്കെ കഥകളുമാണെന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മിസ്റ്ററിയാക്കി സൂക്ഷിക്കാൻ മതങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമുള്ളത് പോലെ തോന്നും. എന്നാൽ ചില മതങ്ങളെങ്കിലും ആ കടപിടുത്തത്തിന് അല്പമായി അയവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസമാണ്. ഉദാഹരണമായി 1996 ഒക്ടോബറിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അംഗീകരിക്കുകയുണ്ടായി. എന്നാൽ എല്ലാ മതങ്ങളും അങ്ങനെ ഒരു ചൂടുമാറ്റം നടത്തിയിട്ടില്ല. എൻ്റെ ഈ വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശവും ശാസ്ത്രത്തിൻ്റെ അനാലിസിസുകൾക്ക് ഇപ്പോഴും പിടികൊടുക്കാതിരിക്കുന്ന ഈ കെട്ടുപിടഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളും സങ്കല്പങ്ങളും ഇന്നത്തെ സാങ്കേതിക വികസനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നെല്ലും പതിരും വേർതിരിക്കുന്ന കാണാൻ ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രൈമറി സ്കൂളിലെ കുട്ടികളെ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പോലെ ഇനി നമ്മൾ സയൻസ് പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. യാഥാർത്ഥ്യത്തിൻ്റെ മുകളിൽ നമ്മൾ മനുഷ്യർ ബിൽഡ് ചെയ്ത ഒരു നേരിയ പുറന്തോടിൻ്റെ മേലെയാണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് നമ്മൾ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നീട് ബുദ്ധിമുട്ടും. ഇനി അതീന്ദ്രിയാനുഭൂതിയെ നോക്കിക്കാണുന്ന ആധുനിക ശാസ്ത്രത്തിലേക്ക് വരാം. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ആവിർഭാവം മുതൽ അതിൽ നിന്ന് ബോധത്തെ നിർവഹിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. 1980കളുടെ അവസാനത്തിൽ മുൻകാല ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നോബൽ സമ്മാന ജേതാവായ റോജർ പെൻറോസ് അനസ്തീഷ്യനിസ്റ്റായ സ്റ്റുവാർട്ട് ഹാംഡ്രോഫിനോട് ചേർന്നിട്ട് ഒരു ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെയും സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെയും ഒരു സങ്കലനം എന്ന നിലയിൽ ഓർക്കസ്ട്രേറ്റഡ് ഒബ്ജക്റ്റീവ് റിഡക്ഷൻ ഓർക്കസ്ട്രേറ്റഡ് ഓർ എന്നുള്ള ഒരു അനുമാനം അവതരിപ്പിച്ചു. ഇത് വിവാദപരമായ ഒരു ആശയമായിരുന്നു. ഇതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് തലച്ചോറിനകത്ത് നടക്കുന്ന ക്വാണ്ടം പ്രവർത്തനങ്ങളാണ് ബോധത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതായിരുന്നു. പ്രധാനമായും ഇത് 3 കാര്യങ്ങൾ ഊന്നിയാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഒന്നാമത് ന്യൂറോൺ കോശങ്ങൾ അതായത് പ്രോട്ടീനിൻ്റെ ഘടനയായ മൈക്രോ ട്യൂബ്യൂളുകളിൽ ക്വാണ്ടം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് ക്വാണ്ടം കൊഹറൻസ്, അതായത് ഒന്നിലധികം ക്വാണ്ടം കണങ്ങൾ തമ്മിൽ ബ്രെയിനകത്ത് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത് ബ്രെയിനിൽ നിലവിലുള്ള സ്ഥലകാല അവസ്ഥകളിൽ ഈ കണങ്ങളുടെ ക്വാണ്ടം സ്റ്റേറ്റ് ഒന്നിച്ച് തകരുമ്പോൾ അത് ബോധത്തിൻ്റെ ഒരു നിമിഷം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് അടുത്ത കാലത്ത് വരെയും നേരിട്ട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയോ തെളിയിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. തലച്ചോറിലെ കോശങ്ങളുടെ അപ്രാപ്യതയും ക്വാണ്ടം കണങ്ങളിൽ പരീക്ഷണം നടത്താനുള്ള ബുദ്ധിമുട്ടും തന്നെയാണ് പ്രധാന കാരണം. എന്നാൽ ഈയിടത്തായി 2 പരീക്ഷണങ്ങൾ ക്വാണ്ടം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തെളിയിച്ചു. ഇതൊക്കെയാണ്: പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്കൽ കെമിസ്റ്റുകളായ ആറാട്ട് കാർല, ഗ്രിഗോറിവിക്സ് എന്നിവർ 2023 പൂർത്തിയാക്കിയ ഒരു പഠനത്തിൽ നിന്ന് പ്രകാശത്തിൽ സ്വീകരിക്കപ്പെട്ട ഊർജം മൈക്രോ ട്യൂബ്യൂളുകളിലൂടെ സാധാരണ കണക്കുകൂട്ടുകൾ ലഭിക്കുന്നതിനേക്കാൾ 5 ഇരട്ടിയോളം ദൂരം എത്തിയതായി മനസ്സിലാക്കി. ഇതൊരു ക്വാണ്ടം റെസൊണൻസ് അല്ലാതെ ഇത്തരത്തിൽ സംഭവിക്കില്ല. ഒരു പ്രത്യേകതരം ഫ്ലൂറസെന്റ് ഡൈ ഉപയോഗിച്ചാണ് അവർ ഈ പരീക്ഷണം നടത്തിയത്. പ്രകാശത്തിൻ്റെ ഒരു അപ്രതീക്ഷിതമായ സഞ്ചാരമാണത് അവരൊന്ന് കണ്ടെത്തിയത്. രണ്ടാമത്തത് സീനോൺ വാതകത്തിൻ്റെ ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള അനസ്തേഷ്യ പരീക്ഷണങ്ങളിലൂടെ 2018 ചൈനയിലെ വുഹാനിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ
പല ഐസോട്ടോപ്പുകൾ വേറെ വേറെ തരത്തിലാണ് അനസ്തീഷ്യയെ ബാധിക്കുന്നത് എന്ന് കണ്ടെത്തി. 80 എലികളിൽ സീനോൺ ഗ്യാസിൻ്റെ 4 ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ചാണ് അവർ പരീക്ഷണം നടത്തിയത്. ഒരേ ആറ്റോമിക് നമ്പർ ഉള്ളതുകൊണ്ട് സിനോൺ ഗ്യാസിൻ്റെ പ്രവർത്തനം ഒരുപോലെ ആയിരിക്കേണ്ടതാണ്. എന്നാൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം മാത്രം വ്യത്യാസമുള്ള ഐസോട്ടോപ്പുകളിൽ ക്വാണ്ടം പ്രോപ്പർട്ടിയായ സ്പിൻ ഉള്ള ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ 20% മന്ദഗതിയിലാണ് അനസ്തീഷ്യ എഫക്റ്റ് ആകുന്നതെന്ന് കണ്ടെത്തി. ഈ പ്രതിഭാസം ക്വാണ്ടം മെക്കാനിക്സ് വഴി മാത്രമേ വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. അതിനാൽ ഈ പരീക്ഷണം നടത്തിയ ഗവേഷകനായ നാ ലീ വാദിക്കുന്നത് ബോധം എന്നുള്ളത് ഒരു ക്വാണ്ടം പ്രതിഭാസം തന്നെയാണെന്നാണ്. എന്നാൽ 2017 ഗൂഗിളിൻ്റെ എഞ്ചിനീയറിംഗ് ഡിവിഷൻ വൈസ് പ്രസിഡൻ്റായിരുന്ന ഹാർട്ട്മാക് നെവൻ തുടങ്ങിയ ചില ശാസ്ത്രജ്ഞന്മാർ വാദിക്കുന്നത് ഇത് ചിലപ്പോൾ തെറ്റായിരിക്കാം എന്നുള്ളതാണ്. എങ്കിലും അദ്ദേഹം ഒരു പുതിയ 2 ടീമിനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നാൻ ലീ നടത്തിയ പരീക്ഷണങ്ങൾ ആവർത്തിച്ച് അവർ അത് കൂടുതൽ തെളിയിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് അവർ ഈ ടീം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ടീം UK-യിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബക്കിംഗ്ഹാമിലെ ബയോഫിസിസ്റ്റായ ലൂക്ക ടൂറിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് പഴയ ഈച്ചകളിൽ വ്യത്യസ്തമായ സീനോൺ ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതേസമയത്ത് രണ്ടാമത്തെ ടീം സാൻഡ്ര ബാർബറയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ന്യൂറോളജിസ്റ്റായ കെനത്ത് കോസിക്കിൻ്റെ നേതൃത്വത്തിൽ ഇതേ പരീക്ഷണം ബ്രെയിൻ ഓർഗനോയിഡുകൾ നടത്തുകയാണ്. ഈ ഓർഗനോയിഡുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു പയർമണിയോളം വലുപ്പത്തിൽ വളർത്തിയെടുത്തിരിക്കുന്ന കോടിക്കണക്കിന് ന്യൂറോൺ കോശങ്ങളുടെ ഒരു കൂട്ടമാണ്. നവജാത ശിശുക്കളിൽ കോശങ്ങൾ വളരുന്ന അതേ പ്രക്രിയ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. എന്നാൽ ഇവ നമുക്ക് എളുപ്പത്തിൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു അവസരം ഒരുക്കി തരുന്നുണ്ട്. ഇവർ 20,000-ഓളം ഇലക്ട്രോഡുകൾ ഈ പയർമണിയോളം വലിപ്പത്തിൽ വളർത്തിയ മിനി ബ്രെയിനുകൾ സ്ഥാപിച്ചാണ് പരീക്ഷണം നടത്തുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ അലിസൺ മൗട്രി വിശദീകരിക്കുന്നത് അവ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും തലച്ചോറിന് വളരെ സമാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. അവ സ്വാഭാവികമായിട്ട് വളരുകയും മറ്റ് കോശങ്ങളുമായി കണക്റ്റ് ആവുകയും ചെയ്യുന്നു. അവ ബ്രെയിനിന് സമാനമായി ബ്രെയിൻ വേവ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. നവജാത ശിശുവിൻ്റെ ബ്രെയിനിൽ നിന്ന് പുറപ്പെടുന്ന പോലെയുള്ള ബ്രെയിൻ വേവ്സ് ആണ് അത് ഉണ്ടാക്കുന്നത് അത്ര. പക്ഷേ വേറെ തരത്തിൽ പറഞ്ഞാൽ അവ ബ്രെയിനിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം അവ മറ്റ് ശരീരഭാഗങ്ങളായിട്ടൊന്നും വയർ ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. അതിനർത്ഥം അവർക്ക് പുറത്തുനിന്നുള്ള ഇൻപുട്ടുകൾ ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ബോധമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു തരത്തിലും നമ്മുടെ ശരീരത്തിലുള്ള ബോധവുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ ഇവയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അനസ്തീഷ്യ പോലുള്ള കാര്യങ്ങൾക്ക് ഈ കോശങ്ങളെ വിധേയമാക്കി അവയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 2022 കോസിക് ഡയസിപ്പാം എന്ന സെഡേറ്റിംഗ് ഏജൻറ്റ് ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ ഈ ഓർഗനോയിഡ് ജനറേറ്റ് ചെയ്യുന്ന ബ്രെയിൻ വേവ്സ് അഥവാ ഇലക്ട്രിക്കൽ വേവുകൾ കുറേ കൂടെ താളാത്മകമാക്കി മാറ്റപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയത്ത് മൗട്രി ഈ ഓർഗനോയിഡുകളെ എലികളിൽ സ്ഥാപിച്ച് നടത്തിയ ഐസോഫ്ലൂറിൻ അനസ്തെറ്റിക് പരീക്ഷണങ്ങൾ ഇവയുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്ലോ ആക്കപ്പെടുന്നതായി കണ്ടെത്തി. അതിനർത്ഥം ബ്രെയിനിൽ നിലനിർത്തുന്ന ചൂടോ നനവോ ഒന്നും തന്നെ ഈ ആക്ടിവിറ്റിയെ ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ ബ്രെയിനകത്ത് ക്വാണ്ടം ആക്ടിവിറ്റികൾ നടക്കുന്നുള്ളത് തെളിയിക്കുന്നതിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പൂർണ്ണമാകുമ്പോൾ നമുക്ക് ബോധത്തിനെ പറ്റി ഒരു ശാസ്ത്രീയമായ വിശകലനം ലഭിച്ചേക്കാം. എന്നാൽ അതീന്ദ്രിയ ജ്ഞാനത്തെ വിശദീകരിക്കാൻ നമ്മൾ ഒരു പടി കൂടെ മുന്നോട്ട് പോകേണ്ടി വരും. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അടിത്തറയിട്ടത്. ഇത് മനസ്സിലാക്കാൻ നമ്മളിവിടെ ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. മുൻകാലങ്ങളിൽ കമ്പ്യൂട്ടറുകൾ എന്ന് പറഞ്ഞാൽ കൊടുത്ത ജോലികൾ ഏറ്റവും പെട്ടെന്ന് കൃത്യതയോടെ എത്ര തവണ വേണമെങ്കിലും ചെയ്തു തരുന്ന മെഷീൻസ് മാത്രമായിരുന്നു. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആവിർഭാവത്തോടു കൂടി കമ്പ്യൂട്ടറുകൾക്ക് ബുദ്ധിയുണ്ടായി. കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, പടങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിച്ചു. ഇതിനുവേണ്ടി കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യനെ പോലെ പഠനശേഷി കൈവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സാങ്കേതിക വിദ്യയാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്.
വാസ്തവത്തിൽ ഇത് മനുഷ്യൻ്റെ ബ്രെയിനിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കമ്പ്യൂട്ടർ അൽഗരിതമാണ്. മനുഷ്യൻ്റെ ബ്രെയിൻ എങ്ങനെയാണോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് അതുപോലെ കമ്പ്യൂട്ടറിനെ കൊണ്ട് കാണുന്നതും കേൾക്കുന്നതും എല്ലാം പഠിപ്പിച്ച്, എന്നാൽ ഓർമ്മയിൽ സൂക്ഷിക്കുകയല്ല, ഇത് പഠിപ്പിച്ച് മനസ്സിലാക്കുക. നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാനാണല്ലോ ശ്രമിക്കുക. അങ്ങനെ കമ്പ്യൂട്ടറും ചെയ്തു തുടങ്ങുമ്പോഴാണ് അതിന് ഒരു പാട്ട് തിരിച്ചറിയാൻ പറ്റുന്നതും നമ്മുടെ ഫോട്ടോ മനോഹരമായ മറ്റ് വേഷവിധാനത്തിൽ നമ്മൾ കാര്യമായി ഒന്നും ചെയ്യാതെ തന്നെ അവതരിപ്പിക്കാൻ അതിന് സാധിക്കുന്നത്. ഇനി നമ്മൾ നീങ്ങുന്നത് ബ്രെയിൻ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാനാണ്. ഇതിനുവേണ്ടി നമുക്ക് ബ്രെയിനിൻ്റെ ഒരു ലഘൂകരിച്ച മോഡലായ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കാം. ന്യൂറൽ നെറ്റ്വർക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് ഇപ്പം മനസ്സിലാക്കാം. ഈ പടം ശ്രദ്ധിക്കുക. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു ന്യൂറോണിനെ പോലെ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കുറേ നോഡുകളെയാണ്. നോഡെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിങ് യൂണിറ്റാണ്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വെക്കാനും മറ്റ് നോഡുകളുമായി ആശയവിനിമയം നടത്താനും കഴിയും. ഇങ്ങനെയുള്ള നോഡുകളെ പല ലെയറുകളായി അടുക്കിയിരിക്കുകയാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്കുകൾ. ആദ്യത്തെ ലെയർ പുറത്തുള്ള ഇൻപുട്ടുകളുമായി നേരിട്ട് സംവദിക്കുന്നു, നേരിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു ക്യാമറ അഥവാ മൈക്ക് തരുന്ന സിഗ്നലുകൾ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ആദ്യത്തെ ലെയറിലാണ് എത്തുക. ഇത് ധാരാളം ഇൻഫർമേഷനുകളുണ്ടാവും. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ്റെ മുഖമാണ് ക്യാമറ കാണുന്നതെന്നിരിക്കട്ടെ. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുടി മുതൽ താടി വരെ ഒരുപാട് കാര്യങ്ങൾ. മുടി ചീകരിക്കുന്നത് പലതരത്തിലാവും, കണ്ണ് തുറന്നാവാം, അടച്ചാവാം, കണ്ണ് പകുതി തുറന്നാവാം, നോട്ടം പല ദിശയിലാകാം. മൂക്കിൻ്റെ ഷേപ്പ് പലതരത്തിലാവും, ചിരിക്കുന്നുണ്ടാവും, അത് പല്ല് കാണിച്ചുകൊണ്ടാവും, പല്ല് കാണിക്കാതെയാവും, താടി വെച്ചിട്ടുണ്ടാവും, പല തരത്തിലുള്ള ചിൻസ് ആയിരിക്കും. ഇതിലൊക്കെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു വലിയ ചാലഞ്ച് തന്നെയാണ്. ഇതിനുവേണ്ടി ഈ കാണുന്ന ഷേപ്പിൻ്റെ ഫീച്ചറുകൾ വേർതിരിച്ചെടുക്കലാണ് ആദ്യപടി. അല്ലെങ്കിൽ ഒരാൾ തന്നെ മുടി അല്പം മാറ്റി ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാൾ പൊട്ടിട്ട് വന്നാലോ വേറൊരാളാണെന്ന് തെറ്റിദ്ധരിക്കാം. കമ്പ്യൂട്ടറിന് അങ്ങനെ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. ഫീച്ചറുകൾ കണ്ടെത്താനായിട്ട് കണ്ണുകൾ തമ്മിലുള്ള അകലം, പിന്നെ മൂക്കിൻ്റെ ആകൃതി, വായയും കണ്ണുകളുമായുള്ള ദൂരം, വായയുടെ ഷേപ്പ്, ഇതെല്ലാം ഈ നെറ്റ്വർക്ക് വേർതിരിച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. പിന്നീട് വേറൊരു പടം കാണുമ്പോൾ ഇതുപോലെ ഫീച്ചറുകൾ വേർതിരിച്ചെടുത്ത് ഈ സ്റ്റോറി വെച്ച ഫീച്ചറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമ്മുടെ മുഖം തിരിച്ചറിയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തിന് സമാനമായ ബ്രെയിനിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം പഠിച്ച് അതുപോലെ രൂപകൽപ്പന ചെയ്ത ഒരു നെറ്റ്വർക്കാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ബ്രെയിനിൽ ഈ ധർമ്മം നിർവഹിക്കുന്നത് കോടാനുകോടി ന്യൂറോണുകളുടെ ഒരു ശൃംഖലയാണെന്ന് മാത്രം. ന്യൂറോൺ നെറ്റ്വർക്കുകൾ പലതരത്തിലും പല കോംപ്ലക്സിറ്റിയിലും ഉണ്ട്. ഇതിൻ്റെ പല ലെയറുകൾ, അതിന് കിട്ടുന്ന വിവരങ്ങൾ പല അബ്സ്ട്രാക്ഷൻസ് ആയിട്ടാണ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. ലെയറുകൾ കൂടുമ്പോൾ അതിനെ ഡീപ്പ് ലേണിംഗ് എന്ന് പറയും. കുറേ ലെയറുകൾ ഉണ്ടാകുമ്പോൾ അതിന് ഡീപ്പ് ലേണിംഗ് എന്ന് പറയും. അങ്ങനെ വേർതിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഫീച്ചറുകൾ ഉപയോഗിച്ച് അതേ മുഖം തന്നെ മറ്റ് പലതരത്തിൽ മാറ്റി കണ്ണെറുക്കുന്ന രീതിയിലോ വായ തുറന്ന് ചിരിക്കുന്നതായോ അങ്ങനെയൊക്കെ കാണിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇതാണ് AI ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകൾ ചെയ്യുന്നത്. ഇതിപ്പോൾ വളരെ വേഗത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. നമ്മൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയാണ് ബ്രെയിനിനെ പറ്റി, അതിൻ്റെ പ്രവർത്തന രീതികളെ പറ്റി ചില കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് മുമ്പേ പറഞ്ഞു. ഇതിന് അടിസ്ഥാനപരമായി ചില നോഡുകളും ചില കണക്ഷൻസുമാണ് ഉള്ളത്. ബ്രെയിനിലെ ന്യൂറോൺ കോശങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു അൽഗരിതമാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. ഓരോ ന്യൂറോണിനും ഒരു നീണ്ട ആക്സോൺ ഉണ്ട്. ന്യൂറോണിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഒരു ന്യൂറോണിന് ഒരു കോശം, അതിന് നീണ്ട ആക്സോണുണ്ട്. ആ നീളം കൂടിയ കോശതന്തു ഏറ്റവും നീളം കൂടിയ കോശതന്തുവാണ് ആക്സോൺ. അത് വെച്ചാണ് മറ്റ് കോശങ്ങളുമായിട്ട് ബന്ധം പുലർത്തുന്നത്. അതുകൂടാതെ ധാരാളം ഡെൻഡ്രൈഡുകൾ എന്നറിയപ്പെടുന്ന ചെറു കോശതന്തുക്കളും ഉണ്ട് ഈ ന്യൂറോൺ കോശത്തിന്. അവ ന്യൂറോണിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും സിഗ്നൽ സ്വീകരിക്കുന്ന സെൻസറുകളായി പ്രവർത്തിക്കുന്നു.
അതുപോലെ ആക്സോണിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ആക്സോണൈറ്റുകൾ എന്ന് പറയുന്ന ഭാഗം മറ്റ് ഡെൻഡ്രൈഡുകളുമായി കണക്ട് ചെയ്യുന്നു. എന്നാലും നേരിട്ടല്ല അത് കണക്ട് ചെയ്തത്, നേരിട്ടല്ല, ഒരു സിനാപ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം വഴിയാണ് അടുത്ത ന്യൂറോണിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻസ് ആയിട്ടാണ് ബ്രെയിനിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. കുറേ ന്യൂറോണുകളാണ്, കോടിക്കണക്കിന് ന്യൂറോണുകളെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കമ്പ്യൂട്ടർ അൽഗോരിതത്തിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ന്യൂറോണുകൾ വാസ്തവത്തിൽ വളർന്ന് മറ്റ് കോശങ്ങളുമായി കണക്ഷൻസ് നടത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ ബ്രെയിനിനുള്ളിൽ ഇതുപോലെ പല കണക്ഷൻസ് സൃഷ്ടിക്കപ്പെടുന്നു, വളർന്ന് അടുത്ത കോശമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ ന്യൂറൽ നെറ്റ്വർക്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ ഡാറ്റകൾ ആയിട്ട് നോഡുകൾ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഒരു ഇൻപുട്ട് വരുമ്പോൾ നമ്മുടെ ആക്ഷൻസിനെ സ്വാധീനിക്കുക എന്നുള്ളത് നോക്കാം. ഇൻപുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാഴ്ച, അല്ലെങ്കിൽ ഒരു കേൾവി, അതും അല്ലെങ്കിൽ ഒരു ഗന്ധം, അങ്ങനെ എന്തെങ്കിലും ആവാം. ഈ ഇൻപുട്ട് ന്യൂറൽ നെറ്റ്വർക്കിലെ ഏറ്റവും മുകളിലത്തെ ലെയറിലാണ് എത്തുന്നത്. അതിനെ നെറ്റ്വർക്കുകൾ പ്രോസസ്സ് ചെയ്ത് ചെറിയ ഘടകങ്ങളാക്കി മാറ്റി താഴെയുള്ള അടുത്ത ലെയറിലേക്ക് കൈമാറും. ഇവ മുമ്പേ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഡാറ്റകളുമായിട്ട് താരതമ്യം ചെയ്യും. അങ്ങനെ ഈ രണ്ടും തമ്മിലുള്ള താരതമ്യം ഒരു പരിധിയിൽ കൂടുതലാണെങ്കിൽ അവ ഒരു ട്രിഗർ ഉണ്ടാക്കും. യെസ്, ഇത് മറ്റേതായിട്ട് നല്ല സാമ്യമുണ്ട് എന്ന് പറഞ്ഞ ട്രിഗർ. ഇപ്പം ആ ട്രിഗറാണ് ഈ ആക്ഷനിലേക്ക് നയിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ ഒരു ഔട്ട്പുട്ടായിട്ട് പുറത്തു വരും, മോണിറ്ററിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ടായിട്ട് പുറത്തു. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ അത് വിവിധ ശരീരഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വൈകാരിക പ്രവർത്തനമായി, ഒരു ബോധമായി മാറുകയാണ്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് അത് കൈയുടെ ഒരു ചലനമോ അല്ലെങ്കിൽ മുഖത്തെ മസിലുകളുടെ ഒരു ചലനത്തിലൂടെ ഒരു ഭാവപ്രകാശനമോ ഒക്കെ ആയിട്ട് മാറുന്നത്. ഈ പറഞ്ഞ ന്യൂറൽ നെറ്റ്വർക്കിൽ ഇൻപുട്ട് ഡാറ്റകൾ അടുത്ത ലെയറിലേക്ക് വയർ ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത്. എന്നാൽ ചില കോശങ്ങൾ ഇങ്ങനെ ഇൻപുട്ട് ഇപ്പോൾ സ്വീകരിക്കാതെ ഔട്ട്പുട്ട് കൊടുക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. അതിനർത്ഥം അവർക്ക് സ്വന്തമായ സ്വാധീനങ്ങൾ ഈ ലെയറിലെടുക്കുന്ന തീരുമാനത്തിൽ ചെലുത്താൻ പറ്റുന്നു തന്നെയാണ്. അതായത് നമ്മുടെ ബോധത്തിൽ കണ്ണ്, ചെവി തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറമെ ചില സ്വതന്ത്രമായ സ്വാധീനങ്ങൾ ഈ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ന്യൂറോണുകൾക്ക് പറ്റുന്നു. ഇത് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഒരു ഇമേജ് പ്രോസസ്സിങ് ചെയ്ത് ഒരു പുതിയ ഇമേജ് സൃഷ്ടിക്കുന്ന ആ പ്രോസസ്സിന് വളരെ സമാനമായിട്ടാണ്. അതുകൊണ്ട് ഈ കോശങ്ങളെ നമ്മുടെ സിക്സ് സെൻസിൻ്റെ കീ പോയിന്റുകളായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അതിൽ നടക്കുന്ന ക്വാണ്ടം ആക്ടിവിറ്റികൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെയും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ഒക്കെ ഉറവിടവുമായി കണക്കാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇത് നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ ഉപയോഗിക്കാം. ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ശാസ്ത്ര കഥകളിലൊക്കെ ആളുകളെ തന്നെയും അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെയും ആളുകളെയൊക്കെ വേറെ സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു കാര്യത്തിനാണ് ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് കഥയാണ്, ഇത് ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണ്. കണങ്ങളുടെ എൻറ്റാങ്കിൾഡ് ആയിരിക്കുന്ന അവസ്ഥയെ മറ്റ് കണങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു കണത്തിൻ്റെ ഗുണഗണങ്ങൾ മറ്റൊരു കണത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ഇനി ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട കണം അതൊരു ഫോട്ടോണോ ആറ്റമോ എന്തോ ആയിക്കൊള്ളട്ടെ, ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് ആ കണത്തിന് നമ്മൾ ദൂരെ ഒരു സ്ഥലത്തേക്ക് അയക്കുകയാണ്. ആ കണം ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ശേഷം വേറെ ഒരു കണത്തിലേക്ക് ഈ എൻറ്റാങ്കിൾമെൻറ്റിൽ നിന്നുള്ള ഗുണം ട്രാൻസ്ഫർ ചെയ്യണം. അതിനർത്ഥം ആദ്യത്തെ എൻറ്റാങ്കിൾഡ് ആയിരിക്കുന്ന കണം ഇപ്പോൾ വേറൊരു കണമായി എൻറ്റാങ്കിൾഡ് ആയി, ദൂരെയുള്ള വേറൊരു കണമായി എൻറ്റാങ്കിൾഡ് ആവുകയാണ്. ഈ ആദ്യത്തെ എയും ഈ പോയ ബിയും എല്ലാം സിയും ആയിട്ടാണ് ഇപ്പം അതിന് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. അപ്പം ബ്രെയിനകത്ത് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റുള്ള ഫോട്ടോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. അയാളുടെ ശരീരത്തിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആറ്റങ്ങളും അങ്ങനെ പുറപ്പെടുവിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ആറ്റങ്ങൾ പുറപ്പെടുവിക്കുന്ന എൻറ്റാങ്കിൾ പെയർസിൻ്റെ ഒരെണ്ണം അയാളുടെ ബ്രെയിനിൽ തന്നെ ഇരിക്കുകയും രണ്ടാമത്തേത് അയാളുടെ ശരീര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യും. അപ്പോൾ ശരീര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുമ്പോൾ അയാളുടെ ശരീര പ്രവർത്തനങ്ങളിലൂടെ ഈ എൻറ്റാങ്കിൾഡ് പെയറിൻ്റെ പ്രോപ്പർട്ടീസ് പുറത്തോട്ട് ഒഴുകുകയാണ്, ഇങ്ങനെ സൗണ്ടായിട്ടും പിന്നെ ആക്ഷനായിട്ടും ഒക്കെ. അപ്പം അത് ഫിസിക്കലി
മറ്റൊരിടത്ത് എത്തുമ്പോഴത്തേക്കും ഈ എൻറ്റാങ്കിൾമെൻറ്റ് പുറത്തോട്ട് കൊണ്ടുപോകുന്ന ഇതായിട്ട് കാരിയറായിട്ട് വർക്ക് ചെയ്യണം. അത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഈ എൻറ്റാങ്കിൾമെൻറ്റ് സ്റ്റേറ്റ് പങ്കിടുകയാണ് ചെയ്യുന്നത്. മൾട്ടി ലെയർ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് ഈ എൻറ്റാങ്കിൾഡ് പാർട്ടിക്കിൾസ് അങ്ങനെ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വാധീന ശേഷിയുള്ള ഒറ്റപ്പെട്ട ന്യൂറോണുകളിൽ അവർ എത്തിപ്പെടുമ്പോൾ അത് അവിടെ ഒരു ഓർമ്മ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആയിട്ട് നിലനിൽക്കുകയാണ്. ഒരു പുതിയ ഇൻപുട്ട് വരുമ്പോഴാണ് ഈ ന്യൂറോൺ അടുത്ത ന്യൂറോണിലേക്ക് വയർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ വയർ ചെയ്യപ്പെട്ട ന്യൂറോൺ പിന്നീട് ഇൻപുട്ട് വരാതിരിക്കുമ്പോൾ ആ വയറിങ് ചിലപ്പോൾ നഷ്ടപ്പെടും. ആ വയറിങ് പിന്നെ ഉണ്ടാവണമെന്നില്ല. എന്നാൽ അതേ സമയത്ത് ആ ഒറ്റപ്പെട്ട ന്യൂറോണിന് ഒരു ഔട്ട്പുട്ട് അത് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് തുടരുകയും ചെയ്യുന്നു. അപ്പോൾ അതിനർത്ഥം തുടർച്ചയായി കണങ്ങൾ ഇല്ലാത്തപ്പോഴും സ്വാധീനിക്കുന്ന ആളും സ്വാധീനിക്കപ്പെടുന്ന ആളും തമ്മിൽ ഒരു ക്വാണ്ടം നെറ്റ്വർക്ക് അഥവാ ഒരു കമ്പി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. സ്വാധീനിക്കുന്ന ആളുടെ ചിന്തയിൽ ഒരു ഓളമുണ്ടായി ഒരു എൻറ്റാങ്കിൾ സ്റ്റേറ്റ് ഉടയുമ്പോൾ വാസ്തവത്തിൽ അത് മറ്റൊരാളുടെ ചിന്തയിൽ മാറ്റം വരുത്തുകയല്ലേ. അത് അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ഒരു പ്രകാശനമാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരാളുമായിട്ട് മാത്രമല്ല ഈ സ്വാധീനം നടക്കുന്നത്, മറ്റ് പല ആൾക്കാരുമായിട്ടും സ്വാധീനം നടക്കുന്നുണ്ട്. ഇത് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഇംപെർഫെക്റ്റ് കോപ്പിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ക്വാണ്ടം കണത്തിൻ്റെ സ്റ്റേറ്റ് ഒന്നിലധികം ആൾക്കാരിലേക്ക് ഒരേ സമയത്ത് എത്തിക്കപ്പെടും. അപ്പം അത് ഒരു വ്യക്തിയുടെ അകത്ത് ആ ഒരു ക്വാണ്ടം സ്റ്റേറ്റ് ഉടഞ്ഞാലും അത് മറ്റ് പല വ്യക്തികളിലും എത്തുകയാണ്. അപ്പം സിക്സ് സെൻസ് അഥവാ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് സയൻസിൻ്റെ വിശദീകരണങ്ങൾ വളരെ അകലെയല്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ദെയർ. ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൂടെ പറയാം. ഈ ക്വാണ്ടം കണങ്ങളുടെ കൺട്രോൾ എന്ന് പറയുന്നത് സ്വാധീനിക്കുന്ന ആളുടെ കയ്യിൽ മാത്രമല്ല നിൽക്കുന്നത്. അത് സ്വാധീനിക്കപ്പെടുന്ന ആളുടെ ബ്രെയിനിലും ക്വാണ്ടം സ്റ്റേറ്റ് ഉടയാം. അപ്പം അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഒരാളെ എലക്ട് ചെയ്ത് പാർലമെന്റിൽ അയക്കുന്ന ഒരു സിറ്റുവേഷനേക്കാളും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസറിനെ ഒരു സംബന്ധിച്ച് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഒരാളെ എലക്ട് ചെയ്ത് പാർലമെന്റിലേക്ക് വിടുമ്പോൾ സെലക്ട് ചെയ്ത് അയാളെ പാർലമെന്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊരു അവകാശമൊന്നുമില്ല. പിന്നെ അയാളെടുക്കുന്ന തീരുമാനമാണ് കാര്യം. അയാൾ തിരിച്ചു വിളിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അതിനേക്കാളും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഇൻഫ്ലുവൻസർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സംഭവിക്കുന്നത്. എൻറ്റാങ്കിൾ പാർട്ടിക്കിൾസ് മറ്റുള്ളവരിൽ ഈ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആൾക്കാരിൽ എത്തിപ്പെടുമ്പോൾ അവർക്ക് നേരിട്ട് ഈ ഇൻഫ്ലുവൻസറിനെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ കണങ്ങളുടെ ക്വാണ്ടം സ്റ്റേറ്റ് ഉടയുന്ന പ്രോസസ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളിൽ നടക്കാം. അപ്പോൾ ആ നടക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുടെ ബ്രെയിനകത്ത് സംഭവിക്കുകയാണ്. അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കലാകാരന്മാർ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ട്രോമ ഫേസ് ചെയ്യുന്നതും ആത്മഹത്യയിലേക്ക് നയിക്കുന്നതൊക്കെ. അപ്പം നേരത്തെ ഒരു മലയാളത്തിലെ ഒരു കലാകാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കലാകാരൻ നമുക്ക് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അയാൾ എന്തുകൊണ്ട് മദ്യത്തിന് അടിമ ആവുന്നു, കലാകാരന്മാർ എന്തുകൊണ്ട് മദ്യത്തിന് അടിമയാവുന്നു, അവർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നൊക്കെ വിശദീകരിച്ചതെന്ന് വെച്ചാൽ അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് അവരങ്ങനെ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത്. അദ്ദേഹം വിശദീകരിച്ചതിൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അവർ ആവഹിക്കുന്ന കഥാപാത്രങ്ങൾ ഭാരം താങ്ങാതെയാണ് അവർ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, കഥാപാത്രങ്ങൾ സ്വാധീന ശക്തികളാകുമ്പോൾ അവ സ്വാധീനിക്കുന്ന ജനങ്ങളും കലാകാരനെ സ്വാധീനിക്കാൻ കേപ്പബിൾ ആവുകയാണ്. തീർന്നില്ല, ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചേക്കാം. എൻറ്റാങ്കിൾമെൻറ്റ് സൃഷ്ടിക്കുന്ന വ്യക്തി മരിച്ചാലും അയാൾ സൃഷ്ടിക്കുന്ന എൻറ്റാങ്കിൾമെൻറ്റ് കൂടെയുള്ള വ്യക്തികളിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. മരിച്ചുപോയ വ്യക്തികളുടെ ഓർമ്മയായി, ആത്മാവായി അത് നമ്മുടെ ചുറ്റുമുള്ള നമ്മളിൽ നിലനിൽക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഏതാണ്ട് ക്ലിയർ അല്ലേ. ഇതിൽ കൂടുതൽ വിശദീകരിച്ച് ഞാനൊരു ഇൻഫ്ലുവൻസ് ആവാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് സ്വതന്ത്രനായി സന്തോഷത്തോടെ ജീവിക്കണം. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ എൻറ്റാങ്കിൾമെൻറ്റ് ആയിരിക്കുന്ന ശരീരകോശങ്ങൾ മറ്റൊരാളിൽ പ്രകാശിക്കുമ്പോൾ അത് സിക്സ് സെൻസ്, ക്ലാർവോയൻസ്, അതീന്ദ്രിയ ജ്ഞാനം എന്നിവയൊക്കെ കാരണമാവും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ സൃഷ്ടിച്ച ഓളങ്ങളുടെ കടങ്ങളെല്ലാം ഇല്ലാതാകുന്നവരെ
ഈ ജന്മത്തിൽ അത് തീരുന്നില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമ്മളത് തീർക്കുന്നു. ഇത് നിലനിൽക്കുന്നിടത്തോളം ഇതിങ്ങനെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. പ്രപഞ്ചത്തിൽ ധാരാളം എൻറ്റാങ്കിൾ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ജീവിച്ചിരിക്കുന്ന ഓരോ ജീവിയും സൃഷ്ടിക്കുന്ന എൻറ്റാങ്കിൾ പാർട്ടിക്കിൾസ്. ഇത് മനുഷ്യൻ്റെ അഥവാ ജീവികളുടെ ഇച്ഛാശക്തിയാണ് ആ കണങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ കണങ്ങൾ ഇല്ലാതാകുന്നവരെ ആ ഇച്ഛാശക്തി പ്രപഞ്ചത്തിൽ നിലനിൽക്കും. നമ്മൾ ആ ഇച്ഛാശക്തിയൊക്കെ മനസ്സിലാക്കി അത് സൃഷ്ടിച്ചവരോട് നന്ദി പറയുന്നത് വരെ അവർക്ക് സ്വതന്ത്രമാവാൻ പറ്റില്ല. അതിൻ്റെ ഒരു ദൂഷ്യവശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കാരുണ്യമെല്ലാം എടുത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും സ്വതന്ത്രരാവാതെ നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കൾ. ഈ മതങ്ങൾ കടങ്ങൾ തീർക്കുന്നത് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഉപനിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത് ജന്മനിരോധനത്തിൻ്റെ മാർഗമാണ്. ഈ കഷ്ടപ്പാടുള്ള ലോകത്തിലേക്ക് ഇനി തിരികെ വരാതെ നമുക്ക് സ്വതന്ത്രരാകാൻ പറ്റുന്നുള്ളതാണ് ഉപനിഷത്ത് പറയുന്നത്. പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമല്ല എന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ദൈവമല്ല ഈ ലോകം സൃഷ്ടിച്ചതെന്ന് തെളിയിക്കാൻ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി ഞാൻ ദൈവമാണെന്ന് വിചാരിക്കാം. ഞാനല്ല ദൈവമെന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയുന്നുണ്ട്. അതിലൊരു ചളിപ്പിൻ്റെ ആവശ്യമില്ല. ഞാനാണ് ദൈവം എന്ന് വിചാരിക്കാം. ഞാൻ എൻ്റെ ശക്തി കൊണ്ട് ഒരു ലോകം സൃഷ്ടിക്കാൻ പോവുകയാണ്. എൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഒരു ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിന് ജീവൻ കൊടുത്തു. അപ്പോൾ ഈ ലോകം സൃഷ്ടിച്ചവൻ ആയ ദൈവമാണ് ഞാൻ. പക്ഷേ ഈ ലോകം സൃഷ്ടിച്ച ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? എനിക്കിരിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അപ്പം ഈ ലോകത്തിന് പുറത്ത്, സൃഷ്ടിച്ച ലോകത്തിന് പുറത്ത് ദൈവത്തിന് ഇരിക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം സൃഷ്ടിക്കാൻ പറ്റൂ. അപ്പം അതിനർത്ഥം ഈ ലോകത്തിന് പുറത്ത് വേറെയും എന്തൊക്കെയോ ഉണ്ട്. അതിലാണ് ദൈവം വരുന്നു ഈ ലോകം സൃഷ്ടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സൃഷ്ടിച്ച ലോകത്തിൻ്റെ അകത്ത് തന്നെയായിരിക്കും ദൈവം. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. അപ്പോൾ നമുക്കിതിനകത്ത് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിച്ചതല്ല ലോകം എങ്ങനെയാണ് ഉണ്ടായി വന്നതാണ്. അതെങ്ങനെയാണെന്ന് നമ്മളിപ്പോഴും അന്വേഷിക്കുന്നേ ഉള്ളൂ. നമുക്കറിയില്ല. പല പല തിയറികളുണ്ട്. ബിഗ് ബാങ് തിയറി പോലെയുള്ള തിയറികൾ മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു കോംപ്ലക്സ് കാര്യമാണ് എന്ന് മാത്രം നമുക്ക് പറയാം. നമുക്ക് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തോ ഒരു സംഗതിയാണ് ഈ ലോകത്തിൻ്റെ ഉത്ഭവം, വളർച്ച, നിലനിൽപ്പ് എന്നുള്ളതൊക്കെ. അത് ദൈവം സൃഷ്ടിച്ചതല്ല എന്നുള്ളത് നമുക്ക് ഈ സിമ്പിൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ ഉത്ഭവം എങ്ങനെയാണെന്ന് ഇപ്പോൾ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ബിഗ് ബാങ്ങും മറ്റും മറന്നിട്ടല്ല ഞാൻ ഈ പറയുന്നത്. എങ്കിലും അതിന് പുറത്ത് എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ സാധാരണ ഒരു യുക്തിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയാം. തൽക്കാലം നമുക്കത് മാറ്റിവെക്കാം. എന്നാൽ ദൈവമുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ നയിക്കുന്ന, നമുക്ക് പല സന്നിധ ഘട്ടങ്ങളിലും ഒരു സാന്നിധ്യമായി ആശ്വാസമായി വരുന്ന ദൈവം. ദൈവമില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഇല്ലാത്ത കമ്പ്യൂട്ടറാണെന്ന് ചുരുക്കത്തിൽ പറയാം. ക്യാമറയും മൈക്കും എല്ലാം ഉണ്ട്, നെറ്റ് കണക്ഷൻ ഇല്ല. അത് എത്രത്തോളം ഒരു പൊട്ടാവസ്ഥയായിരിക്കുമെന്ന് ഇന്നത്തെ മനുഷ്യന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. പല മതങ്ങളും ഏകദൈവത്തെ അംഗീകരിക്കുന്നുണ്ട്. എന്നാലോ മറ്റുള്ളവൻ്റെ അല്ല, എൻ്റെ മതത്തിൻ്റെയാണ് ആ ഏകദൈവം എന്നാണ് പലരുടെയും ബാലിശമായ വാദം. എൻ്റെ കയ്യിലൊരു ചോക്ലേറ്റ് ഉണ്ടെന്ന് വെക്കാം. അതിനെ നമ്മൾ പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർ പല പേരുകളിലാണ് വിളിക്കുന്നത് വെക്കാം. എങ്കിലും ഒരേ ഒരു ചോക്ലേറ്റ് മാത്രമാണ് എൻ്റെ കയ്യിൽ ഉള്ളതെങ്കിൽ അതിനെ പല പേരിൽ വിളിച്ച സാധനം മാറും. ഏകദൈവമാണെങ്കിൽ ഏകദൈവം തന്നെ. അത് മതത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നില്ല. ഏകദൈവത്തിനെ വെച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട വേദി ഇതല്ലാത്തതുകൊണ്ട് തൽക്കാലം മാറ്റി വെക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതിന് ഇത് സഹായിക്കും. ഏകദൈവം അല്ല എന്നും അല്ലെങ്കിൽ ദൈവമേ ഇല്ല എന്നും ദൈവം പ്രപഞ്ചം തന്നെയാണ് എന്നും മറ്റുമുള്ള കൺസെപ്റ്റുകൾ പലതുണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകേണ്ടതില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്. ദൈവമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന, ശിക്ഷിക്കുന്ന, കൂടെ നിർത്തുന്ന, നയിക്കുന്ന ദൈവം. അത് പ്രപഞ്ചം സൃഷ്ടിച്ചവൻ അഥവാ സൃഷ്ടിച്ചവളല്ല. ദൈവമല്ല പ്രപഞ്ചം സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ ദൈവമാരാണ്. ഇവിടെ ഞാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സിമിത്തേരി എന്ന കവിത ചൂണ്ടിക്കാണിക്കട്ടെ. അതിൽ മനോഹരമായി ഇത് പ്രതിപാദിക്കുന്നുണ്ട്. അതെ, നമ്മളോടൊപ്പം ജീവിച്ച് നമ്മളെ സ്നേഹിച്ച് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് അവർ. അതിൽ അവതാരങ്ങളുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്, അമ്മയും അച്ഛനുമുണ്ട്,
ശിവം എന്നും യഹോവ എന്നും നാരായണൻ എന്നും പിതൃക്കൾ എന്നും പിതാവ് എന്നുള്ള വാക്കുകൾ എല്ലാം പോയിന്റ് ചെയ്യുന്നത് ഒരേ ദിശയിലേക്കാണ്, ദൈവം. അവർ തന്നെയാണ് നമ്മളെ നടത്തുന്നത്. ഈ സത്യം കാണാതെ നമ്മൾ ബാക്കി എന്തെങ്കിലും കണ്ടിട്ടോ ഒരു കാര്യമില്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്തിട്ടാണ്, നന്ദി. അത് ഏറ്റവും ആദ്യം പറയേണ്ടത് ദൈവത്തിന് തന്നെയാണ്. അത് ഞാൻ പറയാതെ വെച്ചതുമാണ്. നിങ്ങൾക്ക് എൻ്റെ ദൈവസങ്കല്പത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് അത് പറഞ്ഞാൽ നിങ്ങളത് നേരാവണ്ണം ഉൾക്കൊള്ളാൻ ഇടയില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് അവസാനം ഒന്നുകൂടെ പറയുന്നത്. ഈ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഈ രംഗത്തെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ഗുഡ് ബൈ.